നമസ്കാരം. മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെയധികം മോശമായിരിക്കുകയാണ്. എന്തായാലും മാലിദ്വീപുമായുള്ള നയതന്ത്ര തർക്കം രൂക്ഷമാകുന്നതിനിടയിൽ തന്നെയാണ് ഇന്നലെ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ ലക്ഷദ്വീപിനെ കുറിച്ച് സുപ്രധാന പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ ലക്ഷദ്വീപിന്റെ വിനോദ സഞ്ചാര സാധ്യതകൾ അടക്കം വർദ്ധിപ്പിക്കും എന്നതായിരുന്നു നിർമ്മല സീതാരാമന്റെ ഭാഗത്തു നിന്നുമുണ്ടായ സുപ്രധാന പ്രഖ്യാപനം. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെ ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അതിനിടയിലാണ് പിന്നീട് മാലിദ്വീപിൽ നിന്നും ഇന്ത്യയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ വന്നതും മാലിദ്വീപിലേക്ക് പോകാനിരുന്ന സഞ്ചാരികൾ എല്ലാവരും കൂട്ടത്തോടെ യാത്രകൾ ക്യാൻസൽ ചെയ്യുന്നതും അങ്ങനെ മാലിദ്വീപിന് വളരെ ശക്തമായ ഒരു മറുപടി ഇന്ത്യ നൽകുന്നതും. എന്തായാലും വിനോദസഞ്ചാരം മാത്രമാണോ ഈ ബജറ്റ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം വിനോദസഞ്ചാരം എന്ന ഒരു കാര്യം മാത്രമേ ഉപരിപ്ലവമായി ഈ ബജറ്റിനെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കൂ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് മാലിദ്വീപിനോട് ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ ഇത്രയധികം സ്നേഹം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത്ര കണ്ട് പ്രാധാന്യം മാലിദ്വീപിനുണ്ട്. തന്ത്രപരമായ കാര്യങ്ങളിൽ ഇത് തന്ത്രപ്രധാന മേഖല തന്നെയാണ്. മാലിദ്വീപ് ഇത്ര കണ്ട് തന്ത്രപ്രധാനമായ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയാണ് ചൈന മാലിദ്വീപിനെ കഴിഞ്ഞ കുറെ കാലങ്ങളായി ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തിയതും. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്ത്രപ്രധാന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ മാലിദ്വീപ് ഇന്ത്യക്ക് വളരെ നിർണായകമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇന്തോ പസഫിക് മേഖലയിൽ പൂർണ്ണ മേധാവിത്വത്തിനായി ഇന്ത്യയോട് മത്സരിക്കുന്ന ചൈനയ്ക്കും അതിപ്രാധാന്യമുള്ള പ്രദേശം തന്നെയായിരുന്നു ഇത്. ഏറെക്കാലമായി ഇന്ത്യയുടെ സ്വാധീന വലയത്തിലായിരുന്ന മാലിദ്വീപ് ഈ മുഹമ്മദ് മുയ്സു അധികാരത്തിലേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ചൈന പിന്തുണ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ചൈനയോട് കൂടുതൽ അടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നിലവിൽ കടലിലാണ് എല്ലാ പ്രതിരോധ വിഭാഗങ്ങളും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ, ഇറാൻ, ചൈന, US തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും കടലിൽ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. സമീപകാലത്തുണ്ടായ എല്ലാ തർക്കങ്ങളും അരങ്ങേറിയതും കടലിൽ തന്നെയായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യയുടെ INS സുമിത്ര 2ഓളം കപ്പലുകൾ മോചിപ്പിച്ചത്. ഒന്ന് പാകിസ്ഥാന്റെയും ഒന്ന് ഇറാന്റെയും ആയിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ, അതിനാടകീയമായ നീക്കങ്ങളൊക്കെയും കടലിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെയധികം പ്രാധാന്യമുള്ളതാണ്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുക എന്നതിലുപരിയായി കടലിൽ ശക്തമായ നിരീക്ഷണം നടത്താനും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനും തന്നെയാണ് ഓരോ രാജ്യങ്ങളും മുന്നിട്ടിറങ്ങുന്നത്. ഇന്ത്യക്കും ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൈവിട്ടു പോയ മാലിദ്വീപിന് പകരമായി ലക്ഷദ്വീപിനെ വളർത്തിയെടുക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തിയതും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.